Hello friends, welcome to 𝙑𝙬𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു നമ്മുടെ റൂട്ടർ യു പി എസ്, അതായത് മോഡം യു പി എസ് ആണ്. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ മോഡത്തിൻ്റെ പുതിയ യു പി എസുകളും കാര്യമൊന്നും പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് റീസെൻ്റ്ലി നമ്മുടെ ആംബ്രെയിൻ ഇല്ലേ, നമ്മുടെ പവർ ബാങ്ക് ഒക്കെ ഇറക്കുന്ന ആംബ്രെയിൻ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ആംബ്രെയിൻ്റെ. അവരുടെ ഒരു യു പി എസ് ആണ്, നമുക്ക് ബോക്സ് കൂടെ കാണേണ്ടിയിരിക്കും. അപ്പോൾ അവരുടെ ഒരു റൂട്ടർ യു പി എസ് ആണ്, ഭയങ്കര ചെറിയൊരു സംഭവമാണ് കേട്ടോ. ഇതിൽ നമുക്ക് ആക്ച്വലി ഒരു പറയുന്നത് 5 hours വരെ ബാക്കപ്പ് കിട്ടുന്നതാണ് പറയുന്നത്. ഇതിൽ 6000 mAh ബാറ്ററി വരുന്നത് 12 വോൾട്ടിനാണ് ഉണ്ട്. അപ്പോൾ 12 വോൾട്ട് മാത്രം സപ്പോർട്ടർ ആയിരിക്കണം. 9 വോൾട്ടും പറ്റില്ല, 5 വോൾട്ടും പറ്റില്ല. പിന്നെ ബോക്സ് നമ്മൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ടോട്ടലി വാട്ടേജ് വരുന്നത് 24 വാട്ടേജിൻ്റെയാണ്. പവർ ബാക്ക് 5 hour വരെ കിട്ടും മാക്സിമം കിട്ടുന്നത് പറയുന്നത്. ചാർജിങ് ടൈം എടുക്കുന്നത് 1 hour എന്നാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ MRP ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത് 2500 രൂപയാണ്. പക്ഷേ ഇത് 1000 രൂപയുടെ താഴെ സംതിങ് റേറ്റിലൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ ആംബ്രേൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും വാറണ്ടി 180 days ആണ് കൊടുത്തേക്കുന്നത്. കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ ആണ് കേട്ടോ, ചൈന എന്നല്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി 6000 mAh ആണ്, 22.2 Wh വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിഥിയം അയോണിൻ്റെ ബാറ്ററിയാണ്. 12 volt അപ് ടു 2 ആംപിയറിൻ്റെ സപ്പോർട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ അതിൽ കളർ ബ്ലാക്ക് ആണ്. അതിൽ നമുക്ക് നോർമലി നിങ്ങൾക്ക് ബാക്കിയെല്ലാം കിട്ടുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് കമ്പാറ്റബിൾ വിത്ത് 12 volt റേറ്റഡ് റൂട്ടേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 0 lakh സ്വിച്ചിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ് ടു 5 hour പവർ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ലെയർ ഓഫ് ചിപ്സെറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബോക്സ് അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ബോക്സ് പരിചയം ചെറിയൊരു ബോക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നോൺ സ്റ്റോപ്പ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സിങ്ങും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംബ്രേൻ്റെ യു പി എസിൻ്റെ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ബോക്സ് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആംബ്രേൻ്റെ ബ്രാൻഡിങ് കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അതുപോലെ പവർ വീട്ടുന്നതിൻ്റെ മോഡൽ നെയിമാണ് യു പി എസ് റൂട്ടർ. 5 hour പവർ ബാക്കപ്പ് 4 റൂട്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് നോൺ സ്റ്റോപ്പ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും MRPയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2500 രൂപയ്ക്കായിട്ട് MRP കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പാറ്റബിൾ വിത്ത് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, 0 lakh സ്വിച്ചിങ്, കോമ്പാറ്റബിൾ 12 volt കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സീലൊന്ന് പൊട്ടിക്കാം. ഇത് പക്ഷേ ഒരു റാപ്പിംഗ് കാര്യമൊന്നും വന്നിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ കളർഡ് ബോക്സാണ്. അപ്പോൾ നമുക്കിത് തുറക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പണിങ് വരുന്നത്. ചെറിയ ശരിക്കാണ്, നമ്മുടെ ശരിക്കും ഒരു കുട്ടി പവർ ബാങ്ക് എടുക്കുന്ന പോലെ തന്നെയാണ്. ബിൽ ക്വാളിറ്റി സൂപ്പറാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമുക്ക് എന്തായാലും ഇത് മാറ്റി വയ്ക്കാം, വേറെ എന്തൊക്കെയാണ് നോക്കി വയ്ക്കാം. ഹേ ഡോണ്ട് ഫോർഗെറ്റ് മീ ടു അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ബോക്സ് കാണാം. അപ്പോൾ ഈ ബോക്സിൽ നമുക്ക് എന്തുള്ള നമ്മുടെ അതിൻ്റെ കേബിൾ വരുന്നുണ്ട്, കുറേ എക്സ്ട്രാ കേബിൾസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കാർഡ്, ഇതെന്താ അത് നമ്മുടെ സർവീസ് വാറൻറ്റിക്ക് ഡീറ്റെയിൽസും കാർഡൊക്കെയാണ്. ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വാറൻറ്റിക്ക്. അല്ലെങ്കിൽ ഒരു കോൾ നമ്പർ, ടോൾ ഫ്രീ നമ്പറും അതുപോലെ തന്നെ ഒരു ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കണക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എന്തായാലും നമ്മുടെ ഓൾഡ് കണക്റ്റേഴ്സിൽ കോമ്പാറ്റബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെറ്റ് ലിങ്കിൻ്റെ മോഡൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മെയിൻ മോഡൽ മാറ്റിയിട്ടാണ് വേറെ നമ്മൾ ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് അതിൽ നമ്മൾ കണക്ഷൻ ചെയ്തിട്ടില്ല. പക്ഷേ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചതൊക്കെ ഇത് ഓണാക്കിയിട്ട് ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ UPS വന്നിട്ടുണ്ട്. അപ്പോൾ UPS എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീൽ വരുന്നുണ്ട്. വെയിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വെയിറ്റ് ഒന്നും പറയാനില്ല. പാക്കേജിങ് കൊള്ളാം. ഇത് നല്ല ബിൽ ക്വാളിറ്റി ആട്ടോ, കൊള്ളാം, സൂപ്പർ ബിൽ ക്വാളിറ്റിയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ബ്ലാക്ക് ആണ്. ഇവിടെ അവരുടെ ഒരു സീല് വെച്ചിട്ടുണ്ട്, ഓപ്പൺ അല്ലാന്ന് കാണിക്കാനുള്ള സംഭവം തോന്നുന്നുണ്ട്. പിന്നെ ഈ സൈഡിലിട്ട് ശരിക്കും ഒരു കുട്ടി പവർ ബാങ്ക് പോലെ തന്നെ 12 volt UPS എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 6000 mAh കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെ കാണാം ആംബ്രേൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് വാർണിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ പ്ലഗും സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻ ആൻഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഓൺ ആക്കാനുള്ള ഒരു പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫിൻ്റെ ഇൻ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മോഡം കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്ന് നമ്മുടെയൊക്കെ കറണ്ട് പോകുമ്പോൾ ഇങ്ങനെ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സ്വിച്ച് ഓൺ ആവുന്നുണ്ടെന്ന് നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞല്ലോ നമ്മളിത് ഇപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യാത്തപ്പോൾ നമ്മുടെ മോഡാണിത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കണക്ഷനും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്കിതിൽ പവർ കണക്ഷൻ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് നമ്മുടെ അഡാപ്റ്ററിൻ്റെ പ്ലഗ് തന്നെ നമുക്ക് ആദ്യം കുത്തി നോക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് നമുക്കിത് വെച്ച് ഒന്ന് ഓണാക്കാം. ഇതിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ഇന്നാണ്, ഇത് ഔട്ട് കേട്ടോ. അപ്പോൾ ഔട്ടിലേക്ക് നമുക്ക് കുത്തുക, അവിടെ വെച്ചു.
ചാർജ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഇതവിടെ കൊടുത്തു. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്തു. നമുക്ക് അതിൽ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. ഓൺ ഇതവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, പവറിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെയാണ്. അപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ലോസ് എന്തായാലും കാണിക്കുക. എന്താ വെച്ചാൽ നമുക്കിതിലേക്ക് നെറ്റ് കണക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇൻട്രപ്റ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കണ്ട, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്മുടെ മെയിൻ നമ്മുടെ ഇതിൻ്റെ അഡാപ്റ്റർ ഞാൻ നോക്കിയാൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഊരെടുക്കാൻ പറ്റില്ലല്ലോ. സംഭവം എന്തായാലും സപ്പോർട്ടറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അഡാപ്റ്റർ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഡാപ്റ്റർ ഇതിലേക്ക് കുത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ LED ഇൻഡിക്കേറ്റർ കത്തുന്നതാണ്. അപ്പോൾ ചാർജിങ്ങിനാണെന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു 1 hour തന്നെ ചാർജ് ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത് മൾട്ടി കളർ LED ആണ് വരുന്നത്. അപ്പോൾ ഇത് വൈഫൈയും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആക്ച്വലി നമ്മുടെ പവർ ഇതിൽ നിന്ന് ഊരിയാലും ഇതിൽ നിന്ന് കറണ്ട് എന്ന് വെച്ചാൽ ലാഗും കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് നോക്കുന്നത്. അപ്പോൾ ലോസ് നിങ്ങൾ നോക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് കണക്ഷൻ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്യാത്ത മോഡാണ്. അപ്പോൾ ഞാനിത് പവർ ഓഫ് ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പവറിൽ നിന്ന് എടുക്കാൻ പോവാണ്. ഉണ്ട്, ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നെറ്റ് ലിങ്ക് മോഡൊക്കെ സപ്പോർട്ടാണ്. എല്ലാ മോഡും 12 വോൾട്ടിൻ്റെ എല്ലാ മോഡും സപ്പോർട്ട് ആവുന്നതാണ് അവർ ആക്ച്വലി ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ 12 വോൾട്ട് 2 ആംപിയർ വരുന്ന എല്ലാ മോഡും നമുക്ക് സപ്പോർട്ട് ആവും തന്നെ ഇതിൽ നമുക്ക് വിചാരിക്കാം. എന്താ വെച്ചാൽ റീസെൻ്റ്ലി ഇപ്പോൾ കേഴ്സറിലൊക്കെ പുതിയ മോഡലിനൊക്കെ നെറ്റ് ലിങ്കിൻ്റെ മോഡൽ സപ്പോർട്ടറൊക്കെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെലക്റ്റഡ് മോഡലിലേക്ക് ചിലതിൻ്റെയൊക്കെ ഇഷ്യൂ വരുന്നുണ്ട്, പഴയ റൂട്ടറിൻ്റെ ഒക്കെ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ നെറ്റ് ലിങ്ക് മോഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആംബ്രൈൻ്റെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ സംഭവം സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വെൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം കാലൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയമൊക്കെ നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിലും ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.